നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ് തനാസിലാക്കുക എന്ന് പറയും. തനാസിൽ ചെയ്തു, അവന് തനാസിലാക്കണമെന്ന്. ഈ തനാസിൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പലർക്കും കൃത്യമായി അറിയില്ല. തനാസിൽ എന്നതിന് കുറേ അർത്ഥമുണ്ട്. ഒന്ന് റിലീസ് എന്നാണ് അർത്ഥം. റിലീസ്. ഇപ്പോൾ ഒരാൾ ജയിലിലാണെങ്കിൽ അദ്ദേഹത്തിന് റിലീസാക്കണം എന്ന് പറയാൻ ലാസിം യബ്ഗ തനാസിൽ, ലാസിം യബ്ഗ തനാസിൽ, തനാസിൽ എന്നാണ്. അയാൾ റിലീസായിട്ട് ഖലാസ് മുത്തനാസിൽ, മുത്തനാസിൽ എന്ന നാസിൽ എന്നല്ല, നാസിൽ നിന്ന് ഇറങ്ങിയെന്നാണ്. തനാസല എന്ന റിലീസാക്കാന്ന്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് മറ്റെന്തോ ഒരു അവിചാരിതമായ സംഗതിയിൽ പിന്നെ ജയിലിൽ ലോക്കപ്പിലാണ്. അപ്പോൾ ലോക്കപ്പിന് ഹെജസ് എന്ന് പറയാം. ഫി ഹെജസ് ഷുർത്ത, പോലീസിൻ്റെ ലോക്കപ്പിലുള്ളത് ലാസിം തനാസില ഹബീബി ഈ തരീക്ക. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന് നമ്മൾ പറയുമെങ്കിലും റിലീസാക്കണം എന്നൊരു വാക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പറയാറില്ല. തനാസിൽ. അപ്പോൾ അദ്ദേഹം മുത്തനാസിൽ എന്ന് പറയും. ഓക്കെ, ഈ വാക്ക് തന്നെയാണ് ഒരു കമ്പനികളെ ചേഞ്ച് ആക്കുമ്പോൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടുന്ന മൊത്തം രാജ്യങ്ങളിൽ നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ചേഞ്ച് ആക്കുന്നതിന് തനാസിൽ എന്നാണ് പറയുക. കാരണം അത് റിലീസ് ചെയ്യാണ്, ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് റിലീസാണ്. അപ്പോൾ തനാസിൽ. അപ്പോൾ സാധാരണ പറയുന്നതാണ് നഖിൽ കഫാലയുടെ ഫീസ് എന്ന് പറയുന്നത് പോലെ റുസൂം അത്തനാസിൽ, ആ റിലീസ് ചെയ്യുന്നതിൻ്റെ ഫീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൈഫ തനാസിൽ ഇതാണ്. ഇനി തനാസിൽ എന്ന് പറയുന്നതിൻ്റെ ഇപ്പം നസല എന്നാൽ ഇറങ്ങി എന്നാണ്. നസല ഇറങ്ങി, അതിൽ നിന്ന് വന്നതാണ് മൻസിൽ എന്ന്. മൻസിൽ വീടുകൾക്ക് ബെയ്ത്ത് എന്ന് മാത്രമല്ല മൻസിൽ എന്നും പറയാറുണ്ട്. ഓക്കെ, മനാസിൽ ഭവനങ്ങൾ. വേനൽ മൻസിൽ എവിടെയാണ് വീട് എന്ന് അറബികളോട് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഡ്രൈവർമാരെ കുറിച്ചൊക്കെ പറയാറുള്ള എന്താണ് ആമിൽ മൻസിലി എന്നാണ്. എന്താണ് പറയുക? ആമിൽ ബെയ്ത്ത് എന്നവിടെ പറയാറില്ല, ആമിൽ മൻസിലി എന്നാണ് പറയുക. ഹൗസ് ഡ്രൈവർ എന്ന് പറയുക, അല്ലെ ഹൗസ് ലേബർ എന്ന് പറയുന്നതിനാണ് മൻസിൽ, മനാസിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ പിന്നെ അതേപോലെ സ്ഥാനങ്ങൾക്കും മൻസിൽ പറയും. എന്താണ് പറയുക? അൻസിലിന്നാസ മനാസിലഹും എന്ന് പറയുന്നൊരു വചനമുണ്ട്. അൻസിലിന്നാസ മനാസിലഹും, ഓരോ വ്യക്തികൾക്കും അവരർഹിക്കുന്ന സ്ഥാനമുണ്ട്, അത് കൊടുക്കണമെന്ന് പറയും. ആ ഒരു വാക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം. അൻസിലിന്നാസ മനാസിലഹും, ഓരോ വ്യക്തികൾക്കും അതാത് സ്ഥാനങ്ങൾ നൽകണമെന്ന്. ഓക്കെ, അപ്പം നുസൂല് ഇറങ്ങുക, നസലൽ മത്തർ മഴ ഇറങ്ങി, മഴ പെയ്തു എന്നുള്ളതിന് നസൽ എന്നാണ് ഉപയോഗിക്കുക. അപ്പം നസല എന്ന് പറയുന്ന വാക്കും അതിനോടനുബന്ധിച്ചുള്ള പദങ്ങളും വിവിധങ്ങളായ വേർഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം അറിവുകളൊക്കെയും കൃത്യമായും പറഞ്ഞ് പരിശീലിപ്പിക്കുന്നതാണ് അറബിക് നടത്തുന്ന സൂം പ്രോഗ്രാം. മറക്കാതെ പങ്കുചേരുക. ശുക്രൻ, മഅസ്സലാമ.